ഇന്ന് നമുക്കൊരു ഊത്തപ്പം ഉണ്ടാക്കിയാലോ എന്നാൽ. അപ്പം അതിനു വേണ്ടി ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അനിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, പുതിന ഓപ്ഷനിലാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ കോക്കനട്ട് ഓയിൽ. ഇത് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ദോശക്കല്ല് ചൂടായതിനു ശേഷം ദോശമാവ് ഒഴിക്കുക. അധികം തിന്നായിട്ട് പരത്തരുത്, അതേപോലെ അധികം തിക്കും വേണ്ട, ഒരു മീഡിയം സൈസിൽ. എന്നിട്ട് ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഗീ ഇടുക, അല്ലെങ്കിൽ ഓയിലാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. ചെറിയ രീതിക്ക് സോഫ്റ്റായിട്ടിരിക്കരുത്, മുരിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുമ്പോൾ എസ്പെഷ്യലി കൂടെ വേണ്ടത് പുതിന ഇട്ട് അരച്ചിട്ടുള്ള ചമ്മന്തി, അതേപോലെ പാലക്കാട് സൈഡിലുള്ളതാണിത്, ഇഡ്ഡലിപ്പൊടി എന്നാണ് പറയുക. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ കോംബോ അടിപൊളി.